ഇതൊരു ബെൻസാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചുറ്റും കണ്ടില്ലേ കിടിലൻ വണ്ടികളാണ്. അതായത് പലരും അന്വേഷിച്ച് കിടക്കുന്ന കുറേ വണ്ടികളുടെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. മെറ്റഡോറിൻ്റെ ഒരു വൻ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ നമ്മുടെ പ്രീമിയർ പത്മിനിയുടെ സ്റ്റേഷൻ വാഗൺ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ലാൻഡ് മാസ്റ്റർ, പിന്നെ അതേപോലെ ബാക്കിലായിട്ട് ട്രാക്സ്, പിന്നെ ഇത് ഏതോ ഒരു മാരക സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ്ടില്ലേ ഗൈസ്, ഒരു മാരക ബെൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ മെറ്റഡോറിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ കാണുന്ന വണ്ടി കണ്ടിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല, മനസ്സിലാകുന്നില്ല ഏതാ വണ്ടിന്ന് ഏതാന്ന്. പിന്നെ കുറേ ട്രാക്സുകളുണ്ട്. ഈ കാണുന്നത് ഒരു ഒറിജിനൽ കേരള അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗണാണ്. സ്റ്റേഷൻ വാഗൺ അംബാസഡറിൻ്റെ ഈ ഒരു ടൈപ്പ് വണ്ടി നമ്മുടെ അവിടെ വളരെ കുറവായിരിക്കും എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളാണ് മൊത്തം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പെട്രോൾ ഹെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഫോഴ്സിൻ്റെ വണ്ടികളാട്ടോ ഇതിനകത്ത് എടുക്കുന്നത്. കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വേറെ പത്മിനി അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഫോഴ്സിൻ്റെ വണ്ടി ഉള്ളവർക്കൊക്കെ ഉള്ള ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് വന്നേക്കുന്നത്. ഫോഴ്സിൻ്റെ കംപ്ലീറ്റ് വണ്ടികളും, അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെറ്റഡോറ്, പിന്നെ അതേപോലെ എന്താ പറയുക ട്രാക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഈ വണ്ടികളൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഫോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കംപ്ലീറ്റ് വണ്ടികളും തിരിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെയുള്ള, അതായത് ഫോഴ്സിൻ്റെ കംപ്ലീറ്റ് വണ്ടികളും വാങ്ങിച്ചിട്ട് റീസ്റ്റോർ ചെയ്ത് തിരിച്ച് നമ്മുടെ ബോംബെയിലേക്ക് എത്തിക്കാനുള്ളൊരു ഓർഡർ നമ്മുടെ പാലക്കാട് ഉള്ള രാജേഷ് ഭായ്, അതായത് രാജേഷ് അമ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള സാറിന് ആ ഓർഡർ കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിൻറ്റേജ് വണ്ടികൾ റീസ്റ്റോർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബേസിലാണ് ഈ വണ്ടികൾ കംപ്ലീറ്റ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് റീസ്റ്റോർ ചെയ്ത് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ ഒരു പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള, അതായത് ഇപ്പോൾ മെറ്റഡോർ വാനാണെങ്കിലും 3 എണ്ണം, അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്, 3 4 എണ്ണം, എത്ര തരം മെറ്റഡോർ ഇറങ്ങിയിട്ടുണ്ടോ അത്ര വണ്ടികളും, അതായത് ഏതൊക്കെ ടൈപ്പിൽ മെറ്റഡോർ ഇറങ്ങിയിട്ടുണ്ടോ ആ ടൈപ്പിലുള്ളതൊക്കെ. അതായത് ഇപ്പോൾ ഇത് പാസഞ്ചർ വണ്ടിയാണ്, ഈ കാണുന്നത് മെറ്റഡോറിൻ്റെ തന്നെ ഗുഡ്സ് വണ്ടിയാണ്, ഈ കാണുന്നത് മെറ്റഡോറിൻ്റെ ലോങ് ചേസ് വണ്ടിയാണ്, കാണുന്നത് ട്രാവലർ, പിന്നെ അതേപോലെ ഇത് നമ്മുടെ ഐ തിങ്ക് ഗാമയാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ. പിന്നെ മെറ്റഡോറിൻ്റെ ഈ സൈഡിൽ ഡോറ് വരുന്നത്, മെറ്റഡോറിൻ്റെ പിക്കപ്പ്, പിന്നെ അതേപോലെ മെറ്റഡോറിൻ്റെ എല്ലാ വണ്ടികളും ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റഡോറിൻ്റെ കംപ്ലീറ്റ് വണ്ടികളും ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ കണ്ടില്ലേ. പിന്നെ ഉള്ള ഒരെണ്ണമാണ് നമ്മുടെ കാർഗോ കിങ് എന്ന് പറയുന്ന ട്രാക്സിൽ തന്നെ വരുന്ന ഒരു പിക്കപ്പ്. ക്രൂയിസറാണോ ഗാമയാണോ? പിന്നെ ഈ കാണുന്നതൊക്കെ അംബാസഡറുകളാട്ടോ. അംബാസഡർ ഇതെന്തിനുള്ളതെന്ന് എനിക്കറിയില്ല. അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗൺ, ഓ മാൻ, അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗണാണ് ഈ കാണുന്ന വണ്ടി. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ട്രാക്സിൻ്റെ ഹാർഡ് ടോപ്പ് വണ്ടികളാണ് ഈ കിടക്കുന്നത്. ലാൻഡ് മാസ്റ്റർ, അതിൻ്റെ അപ്പുറത്തെ ഒരു പ്രീമിയർ പത്മിനിയുടെ ഒരു നമ്മുടെ സ്റ്റേഷൻ വാഗൺ, പത്മിനിയുടെ സ്റ്റേഷൻ വാഗൺ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം ഒറിജിനൽ കേരള അംബാസഡറിൻ്റെ തന്നെ സ്റ്റേഷൻ വാഗണാണ്. എന്തെങ്കിലും കിടപ്പുണ്ടാണോ അവിടെ? ഇതുണ്ട് വൈസ് അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗൺ. ഓ, മൂഡ് സാധനം കേട്ടോ, കംപ്ലീറ്റ് ആ ഒരു ഒറിജിനൽ സംഭവങ്ങളൊക്കെ ആയിട്ട് അതെന്താണെങ്കിലും കിടുങ്ങിയിട്ടുണ്ട് വണ്ടി. പിന്നെ അതേപോലെ ഗുഡ്സും കൊണ്ട് പോകുന്ന നമ്മൾ ക്രൂയിസറിൻ്റെ വണ്ടി. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, ഒരു നമ്മുടെ ഫിയറ്റിൻ്റെ സ്റ്റേഷൻ വാഗൺ. അപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റേഷൻ വാഗൺ വണ്ടികളെല്ലാം വളരെ റയറായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി കിട്ടാനും ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ ഈ സ്റ്റേഷൻ വാഗണൊക്കെ. ഈ അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗണൊന്നും ശരിക്കും പറഞ്ഞാൽ കാണാൻ തന്നില്ല. പിന്നെ ഇത് ഈ സൈഡിൽ വേറൊരു വണ്ടി എടുക്കുന്നുണ്ട്. ഇത് ഏതാ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു രക്ഷയില്ല, ഒന്നുമില്ല ഇതിനകത്ത്. ഇതാണ്ടില്ലേ, ഇതാണ് ഒരു വണ്ടി കിടക്കുന്നത്. പിന്നെ ഇതൊരു ബെൻസാണ് കേട്ടോ ഗൈസ്. ഈ സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ റീസ്റ്റോർ ചെയ്ത് ഒരു വണ്ടർഫുൾ കണ്ടീഷനിലേക്ക് വരാനുള്ള വണ്ടികളാണ് അതൊക്കെ. അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അങ്ങനെ ഉണ്ട് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ സാധനമൊക്കെ റീസ്റ്റോർ ചെയ്ത് വന്നു കഴിയുമ്പോൾ, കാരണം ഇതിലും ബാഡ് കണ്ടീഷനിലായിട്ടുള്ള വണ്ടികളൊക്കെ റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ മാരക സെറ്റപ്പിലാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നല്ല പൊള്ളിയായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജേഷ് ഭായ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാ പാർട്സുകളും വന്നതിന് ശേഷം ഒറ്റ പണിയലാണ്. അതിനകത്ത് വണ്ടി ചുമ്മാ മൂടായി മാറി വേറെ ലെവലായിട്ട് നിൽക്കും. ഇത് ഇവിടെ തന്നെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതും ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വണ്ടിയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ.
കാരണം ബാഡ്ജിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നോക്കി പറഞ്ഞു തരായിരുന്നു. അതൊന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഇഞ്ചിൻ ഏതാണ്? ഹിന്ദുസ്ഥാൻ്റെ ഇഞ്ചിനാണ് ഇതിനകത്ത് വന്നേക്കണം കേട്ടോ. പെട്രോൾ ഇഞ്ചിനാണ്. പിന്നെ മെറ്റഡോറിൻ്റെ ഒരു അന്തം വിട്ട കളക്ഷൻസാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റഡോർ വാനിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. ലോങ് ജേഴ്സിനൊക്കെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ. പക്ഷേ കിട്ടാൻ വളരെ റയറായിട്ടുള്ള വണ്ടികളാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ രാജേഷ് ഭായി കളക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി ഇവിടെ നിന്ന്. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഇട്ടേക്കണതിൻ്റെ ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. ഇത് ഇവിടെ നിന്ന് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രക്കിൽ നേരെ ബോംബെക്ക് കയറ്റി വിടും. മ്യൂസിയം പീസാക്കിയിട്ട് അവിടെ വെക്കും. അതാണ് പരിപാടി. അതാണ്ടില്ലേ മെറ്റഡോറിൻ്റെ കംപ്ലീറ്റ് വെറൈറ്റീസാണ്. മെറ്റഡോറിൻ്റെ ഒരുപാട് വെറൈറ്റി വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ട്രാക്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ കാണുന്ന ട്രാക്സ് നമ്മൾ രാജേഷ് ഭായിക്ക് എടുത്തു കൊടുത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണിത്. രാജേഷ് ഭായിക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കുറേ ആയിട്ടോ. പിന്നെ ഇത് മെറ്റഡോറിൻ്റെ പിക്കപ്പ്. ഇത് രണ്ടും പിക്കപ്പുകളാണ്. അപ്പോൾ ഇവിടുത്തെ വണ്ടികളൊക്കെ നമ്മളടുത്ത് കോൾ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതുണ്ടല്ലേ മെറ്റഡോറിൻ്റെ ഒരു വാന്, ടാക്സി വണ്ടിയാണ്. അതായത് എല്ലാ ടൈപ്പിലുള്ള മെറ്റഡോർ വാനുകളും ഉണ്ട്. നീളം, വീതി അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഈ സാധനം കണ്ടോ ഗൈസ്, ഇതൊരു ബെൻസാണ്. ബെൻസ് ഇതേപോലെയുള്ള വാഹനങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ബാക്കിയുള്ള റെയറായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മെർസിഡീസ് ബെൻസാണ് ഈ കിടക്കുന്നത്. ഷെല്ല് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഇഞ്ചിൻ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഉണ്ട് ഇഞ്ചിൻ. എനിക്ക് തോന്നുന്നു പാച്ച് വർക്കൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ പെയിൻറ്റിങ് അതേപോലെയുള്ള ചെറിയ അല്ലറ ചില്ലറ പാച്ച് ചെയ്തിട്ട് പെയിൻറ്റിങ്ങിന് കയറാനുള്ള വണ്ടിയാണ്. പിന്നെ ഈ എന്താ പറയുക, ഇവിടുത്തെ ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ രാജേഷ് ഭായിയുടെ വർക്ക്ഷോപ്പാണ്. അതാണ് വിൻറ്റേജ് ആൻഡ് ക്ലാസിക് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് ബാക്കിലാണ്. അപ്പോൾ അവിടേക്ക് വന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്നൊരു യാർഡാണ്. ഇതൊക്കെ ഏതാ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മൂടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ മൂടിയിട്ടൊന്നും വലിച്ചു പറിക്കണ്ട. അതിലിപ്പോൾ ഏകദേശം നിങ്ങൾ ഇവിടുത്തെ വണ്ടികളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗവൺമെൻറ് വെഹിക്കിളാണ്. AIY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശ് വണ്ടിയെന്ന് തോന്നുന്നു. ആ ഒരു പണ്ടത്തെ മെറ്റഡോറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇതിനെ പറ്റി ഭയങ്കര വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം പല വണ്ടികളിലും പലതാണ്. അപ്പോൾ ഇത് KL5 നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു വണ്ടി കേട്ടോ. ഇതൊക്കെ ഓപ്ഷന് വന്നേക്കണാണ്. ഗവൺമെൻറ് ഓപ്ഷൻ ചെയ്ത് എടുത്തേക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ജസ്റ്റ് ഈ വണ്ടികൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. കുറേ എന്താ പറയുക ആൾക്കാർ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ യാർഡ് ജസ്റ്റൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.